പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുടുംബശ്രീക്ക് കീഴിൽ ജോലി നേടാൻ ഉദ്യോഗാർത്ഥികൾക്ക് വീണ്ടും അവസരം. കുടുംബശ്രീ ജില്ലാ മിഷന് കീഴിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ ജോലി ഒഴിവുകളെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. 40 വയസ്സ് വരെ ഉയർന്ന പ്രായപരിധി പറഞ്ഞിട്ടുള്ളതും 30,000 രൂപ പ്രതിമാസ ശമ്പളമായി ലഭിക്കുന്നതുമായ തസ്തികയിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. നമുക്കിതിനെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ അറിയാം. അതിനു മുമ്പായി ഈ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഇനിയും ഇതുപോലുള്ള ജോലി സംബന്ധമായ വിവരങ്ങൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അതുപോലെ തന്നെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി തസ്തിക ഏതെന്നും അപേക്ഷിക്കാനുള്ള അവസാന തീയതി, അപേക്ഷിക്കേണ്ടത് എങ്ങനെ, യോഗ്യത, പ്രായപരിധി, ശമ്പളം തുടങ്ങിയ വിവരങ്ങൾ വിശദമായി അറിയാം. കുടുംബശ്രീ ജില്ലാ മിഷന് കീഴിൽ വന്നിട്ടുള്ള ജോലി ഒഴിവുകളിലേക്ക് നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് മുഖേനയാണ്. ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി 2026 ജൂലൈ 7 വൈകിട്ട് 5 മണി വരെയാണ്. സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് മുഖേന ഓൺലൈനായാണ് അപ്ലൈ ചെയ്യേണ്ടത്. കുടുംബശ്രീ ജില്ലാ മിഷനുകളിൽ ഒഴിവുള്ള NRLM അക്കൗണ്ടന്റ് തസ്തികയിലേക്കാണ് നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്ന് കരാറടിസ്ഥാനത്തുള്ള നിയമനത്തിനായി അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. നിലവിൽ തൃശൂർ ജില്ലയിലാണ് ഈ തസ്തികയിൽ വേക്കൻസി ഉള്ളത്. അതുപോലെ തന്നെ 1 വർഷത്തെ കാലാവധിക്കിടയിൽ മറ്റു ജില്ലകളിൽ ഒഴിവുകൾ വരുന്ന പക്ഷം റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിയമനം നടത്തുന്നതാണെന്നും വിജ്ഞാപനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കരാറടിസ്ഥാനത്തിലുള്ള നിയമനമാണ്. കരാറിൽ ഏർപ്പെടുന്ന ദിവസം മുതൽ 2027 മാർച്ച് 31 വരെയായിരിക്കും കാലാവധി. അതിനുശേഷം പ്രവർത്തന മികവിന്റെ അടിസ്ഥാനത്തിൽ കരാർ കാലാവധി ദീർഘിപ്പിക്കുന്നതാണെന്നും വിജ്ഞാപനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യതയായി പറഞ്ഞിട്ടുള്ളത് BCom, DCA, ടാലി എന്നിവയാണ്. അപേക്ഷിക്കാനുള്ള പ്രായപരിധി 40 വയസ്സ് വരെയാണ്. 2026 ജനുവരി 1 അടിസ്ഥാനമാക്കിയാണ് പ്രായപരിധി കണക്കാക്കുന്നത്. കൂടാതെ എക്സ്പീരിയൻസ് കൂടി പറഞ്ഞിട്ടുണ്ട്. സർക്കാർ, അർദ്ധ സർക്കാർ വകുപ്പുകൾ ഓർ സ്ഥാപനങ്ങൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, സർക്കാർ അംഗീകൃത സ്വയംഭരണ സ്ഥാപനങ്ങൾ, മറ്റ് സർക്കാർ അംഗീകൃത സ്ഥാപനങ്ങൾ ഓർ പ്രൊജക്ടുകൾ, കുടുംബശ്രീ എന്നിവയിലേതിലെങ്കിലും അക്കൗണ്ടന്റായി 2 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് വേണ്ടത്. ഈ തസ്തികയിലേക്ക് സെലക്ട് ചെയ്യപ്പെടുന്നവർക്ക് ലഭിക്കുന്ന പ്രതിമാസ ശമ്പളം 30,000 രൂപയാണ്. ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി 2026 ജൂലൈ 7 വൈകിട്ട് 5 മണി വരെയാണ്. CMDയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് മുഖേന ഓൺലൈനായാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഉദ്യോഗാർത്ഥികൾ 500 രൂപ പരീക്ഷ ഫീസായി അടയ്ക്കേണ്ടതാണ്. സമർപ്പിക്കപ്പെട്ട ബയോഡാറ്റകൾ വിശദമായി പരിശോധിച്ച് സ്ക്രീനിംഗ് നടത്തി യോഗ്യരായവരെ തെരഞ്ഞെടുക്കുന്നതിന് പൂർണ്ണ അധികാരം CMDക്കായിരിക്കുമെന്നും വിജ്ഞാപനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കേരള PSC, SSC തുടങ്ങിയവയുടെ വിവിധ തസ്തികകളിലെ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പ്രിപ്പയർ ചെയ്യാൻ ഉപകരിക്കുന്ന ബുക്സ് ഈ വീഡിയോടൊപ്പം ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ഓൺലൈനായി പർച്ചേസ് ചെയ്യാവുന്നതാണ്. താല്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. 2026 ജൂലൈ 7 വൈകിട്ട് 5 മണിക്ക് മുമ്പായി തന്നെ അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക. വീഡിയോ ഉപകാരപ്രദമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.